ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അതിപ്പം അപ്പീൽ കൊടുത്തിരിക്കുകയല്ലേ അല്ലേ? അതെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേസ് അറിയാലോ, 100% പിന്നെ ദുരിതാശ്വാസ ദുർവിനിയോഗം നടന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രിക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ആ നിയമം ഓർഡിനൻസിലൂടെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായി. ഇല്ലെങ്കിൽ ജലീലിൻ്റെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്താൽ നിൽക്കാൻ പറ്റിയ ലോകായുക്തകളുണ്ടായി. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകായുക്ത ഉപലോകായുക്തമാരുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നു. അവരൊരാൾ മെയിൻറ്റൈനബിൾ ആണെന്ന് പറയുന്നു, മറ്റു രണ്ടുപേർ മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞു കേസ് തള്ളുന്നു. ആ കേസാണ് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തേക്കാണ്. കാരണം മെയിൻറ്റൈനബിലിറ്റിയെക്കുറിച്ച് ഓൾറെഡി നേരത്തെ തീരുമാനമെടുത്ത് കഴിഞ്ഞുകൊണ്ട് മെയിൻറ്റൈനബിലിറ്റിയുടെ പേരിൽ കേസ് തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തത്. അതിനിടയ്ക്കാണ് ഈ ലോകായുക്തയുടെ നിയമ ഭേദഗതി ചെയ്തത്. ലോകായുക്തയുടെ നിയമ ഭേദഗതി ആദ്യം ഗവർണർ അപ്രൂവ് കേന്ദ്രത്തിലേക്ക് അയച്ചു, പിന്നീട് അംഗീകാരം കിട്ടി, രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി, അത് നിയമമായി മാറി. നിയമമായി മാറിയത് തീർച്ചയായിട്ടും ഭരണഘടനാ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ലോകായുക്ത എന്ന് പറയുന്നത് വളരെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലോകായുക്തയായിരുന്നു കേരളത്തിൻ്റെ ലോകായുക്ത. അപ്പോൾ ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ അപ്പലേറ്റ് അതോറിറ്റി എപ്പോഴും മറ്റൊരു അപ്പലേറ്റ് അതോറിറ്റി ജുഡീഷ്യറി ആയിരിക്കണം. അതിന് പകരം ഇപ്പോൾ ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് വച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിനെ ലെജിസ്ലേച്ചറിനെയാണ്. അത് നിയമവിരുദ്ധമല്ല, ബേസിക്കലി നിയമവിരുദ്ധം. ആ പോയിൻ്റാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, ലോകായുക്തയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് 2000-ഓളം കേസുള്ള ലോകായുക്തയിൽ കഴിഞ്ഞ റിപ്പോർട്ടിനകത്ത് 200 താഴെ കേസാണ് ഇപ്പോൾ. ആരും കൊണ്ട് പോകുന്നില്ല. സാധാരണക്കാരന് ഒരു നീതി കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ആ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ആ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് ഒരു അവസ്ഥ. ഇപ്പം നമുക്ക് ഈ ലോകായുക്തയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനമില്ല, ഈ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തനം, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായി കഴിയുന്നു, രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഇപ്പോഴത്തെ നമ്മുടെ CPM-ൻ്റെ പുതിയ ശൈലിച്ച് അവർക്ക് എല്ലാ മേഖലയിലും ഫ്രാക്ഷൻസ് ഉണ്ട്. കൊച്ചു കൊച്ചു സംഘടനകളോ ഫ്രാക്ഷനുണ്ട്. അത് കോടതിയിലുണ്ട്, കോടതിയിലെ സ്റ്റാഫിലുണ്ട്, ജഡ്ജിമാരിലുണ്ട്, പോലീസിലുണ്ട്. അല്ല, ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യം എന്താ അല്ലേ? ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സംഘടന വയ്ക്കുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ പ്ലീസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പുതിയൊരു ലാവണം കിട്ടുമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അറിയാമല്ലോ, ഇപ്പോഴുള്ള നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ ജുഡീഷ്യൽ കമ്മീഷന്, ജുഡീഷ്യൽ കമ്മീഷനുകളായി എല്ലാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ആ ആനുകൂല്യങ്ങൾ പറ്റി വർഷങ്ങളോളം കഴിയാനുള്ളൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ജുഡീഷ്യറിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും സർക്കാരിനെതിരായി വിധി പറയുന്ന ചുരുക്കം ചില ജഡ്ജിമാരെ ഇപ്പോൾ ഉള്ളൂ ഹൈക്കോടതിയിൽ. കുറച്ചുപേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഷാർപ്പായിട്ട് വിധിക്കുന്ന കുറച്ച് ജഡ്ജിമാരുണ്ട്. അവരുടെയൊക്കെ ഭാവി റിട്ടയർ ചെയ്യുമ്പോൾ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അതല്ലാത്തവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ റീ എംപ്ലോയ്മെൻ്റ് നിലയിൽ കിട്ടും, പാദസേവ നടത്തിയാൽ കിട്ടും. ആ ഒരു കരകതമാവും. അതുകൊണ്ട് അതൊക്കെ മുൻകാലങ്ങളില്ലായിരുന്നതാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെ സസൂക്ഷ്മം വിശകലനം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതല്ലേ അല്ലേ? ഇപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ ധനകാര്യമന്ത്രി പോലും രോഗശയ്യയിലാണ്, ആശുപത്രിയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അപകടകരമായ നിലയിലാണെന്നുള്ള കാര്യം വാസ്തവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് പ്രധാന കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതി നടത്തിയ പരാമർശമാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി കൊടുത്ത ഔട്ടർവിറ്റിൽ ഗവൺമെൻറ്റിന് ഈ പണങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യുന്ന പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും, നിങ്ങൾ ഈ അഫിഡവിറ്റ് പിൻവലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത്. ഇതാണ് എനിക്കുണ്ടായ ഇൻസ്പിറേഷൻ. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഓരോ വിഭാഗം, അത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക, അവരുടെ DA, അവയുടെ കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ട കോടിക്കണക്കിന് രൂപ, സിവിൽ സപ്ലൈസിന് കൊടുക്കേണ്ട പണം, ഫാർമേഴ്സിന് കൊടുക്കേണ്ട പണം, ഇത് എല്ലാ മേഖലയിലും സാറേ യൂണിവേഴ്സിറ്റിയും കോളേജിലെ UGC അരിയേഴ്സ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ലൈബിലിറ്റി ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം CAG-യുടെ റിപ്പോർട്ടിലുള്ളതാണ്. ഞാൻ കണ്ടെത്തിയല്ല, CAG-യുടെ റിപ്പോർട്ടിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് കാണിച്ച് ഞാൻ കത്ത് ഗവർണർക്ക് കൊടുത്തത്.
ഗവർണർ അപ്പോൾ തന്നെ അത് ചീഫ് സെക്രട്ടറി റിമാർക്ക് വാങ്ങിക്കാനായിട്ട് ഇതുവരെ ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്തിട്ടില്ല. മറുപടി കൊടുക്കുകയാണെങ്കിൽ ഗവർണർക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിലേക്ക് ശുപാർശ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറി മറുപടി കൊടുക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ? വളരെ ഭീകരമായ അവസ്ഥയല്ലേ? കാരണം കിഫ്ബിയിൽ അറിയാമല്ലോ, കിഫ്ബിയിലൂടെ പാരലായിട്ട് പണം സമ്പാദിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ വിലക്ക് വന്നതോടുകൂടി തന്നെ എല്ലാം പൊടിഞ്ഞു. ഇനി കടം വാങ്ങാൻ നിവർത്തിയില്ല. വാസ്തവത്തിൽ ഈ ധനമന്ത്രി ഇന്ന് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം മൂലം അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞു. സത്യത്തിൽ എനിക്ക് അതേ ഒരു റബ്ബർ സ്റ്റാമ്പാണെന്ന് തോന്നുന്നു അല്ലേ? അതേ ഒരു റബ്ബർ സ്റ്റാമ്പാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഒരു ബാലഗോപാലൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം SFIയിൽ പ്രവർത്തിക്കുന്ന നാൾ മുതൽ എനിക്കറിയാവുന്നതാണ്. സത്യത്തിൽ അദ്ദേഹം വളരെ മാന്യനായ ഒരു SFI പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ഇപ്പോഴത്തെ ചില SFI നേതാക്കളുടെ ശൈലിയിലൊന്നുള്ള ആളല്ല. ഇപ്പോഴും അദ്ദേഹം മാന്യനാണ്. അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ധനമന്ത്രി എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാണ്. കാരണം ഭരണം നടത്തുന്ന മുഴുവനും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ KM എബ്രഹാമിനാണ് ഇതിൻ്റെ മുഴുവൻ സെക്രട്ടറി ആയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഫൈനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും കൊടുത്തു. അത് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ കാര്യം അദ്ദേഹം ഇവിടെ ഒന്ന് കേന്ദ്രത്തിൽ ചെന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെങ്കിലേ സംസാരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിഫാക്ടോ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് KM എബ്രഹാമാണ്. ഇദ്ദേഹം പാവം. അപ്പോൾ ആളുകളുടെ പരാതി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ ബാലഗോപാലാണ്. തീർച്ചയായിട്ടും ആ സമ്മർദ്ദമാകാം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് ആവശ്യം വേണ്ടി വന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഡോക്ടർ KM എബ്രഹാം ഒരു മോശപ്പെട്ട ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഫൈനാൻസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് KM എബ്രഹാം. അന്നും ഞാൻ ഇതുകൂടെ പറയട്ടെ, AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇദ്ദേഹമാണ് ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത്. AK ആൻ്റണിയോട് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉപദേശം കൊടുത്തത് KM എബ്രഹാമായിരുന്നു. അതനുസരിച്ച് ആൻ്റണി സാറ് ഫ്രീസ് ചെയ്തതിൻ്റെ സമരം നമ്മൾ കണ്ടതാണല്ലോ. എത്രയോ നീണ്ടുനിന്ന സമരം ഉണ്ടായി. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നുള്ള KM എബ്രഹാമിനെ തന്നെ അഴിമതി ചെയ്യണം. അപ്പോൾ അദ്ദേഹമായിട്ട് മിടുക്കനായ ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്തിയുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തന്നെ ഇതെല്ലാം ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മറുഭാഗം പറഞ്ഞു കൊടുത്തു. എങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയും, എങ്ങനെ കടം വാങ്ങാൻ കഴിയും, എങ്ങനെ ഈ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും, എങ്ങനെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിന് അറിയാം. വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്ന KM എബ്രഹാം എന്ന് പറയുന്ന മിടുക്കനായ ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ തിരിമറിയും നടത്തുന്ന ഇതിന് പറ്റിയ ഒരാളെന്ന രീതിയിൽ ഇദ്ദേഹത്തെ ചൂസ് ചെയ്തത്. അത്ര എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാവുന്നുള്ള വളരെ കഴിവുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി AK ആൻ്റണി ഒക്കെ പ്രധാനപ്പെട്ട സെക്രട്ടറിയാണ് അദ്ദേഹം വെച്ചത്. ഞാൻ ചോദിട്ടെ, നമ്മളിതൊക്കെ പറയുന്നു ശിവശങ്കർ മോശപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ശിവശങ്കർ ആര്യാടൻ സാർ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനായിട്ടാണ് ആര്യാടൻ സാർ അദ്ദേഹത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചുമതല മുഴുവൻ കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം മിടുക്കനാണെന്ന് പിണറായി കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന രീതികൾ തമ്മിലുള്ള വ്യത്യാസം. ആ ഉപയോഗിക്കുന്ന രീതികൾ തമ്മിൽ വ്യത്യാസമാണ് അതിലവർ പെടുന്നു. അതാണിപ്പോൾ നമ്മുടെ അപകടം. ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ഭരണം നയിക്കുന്നവർ സത്യസന്ധരായിരിക്കാനും ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ചിന്തയില്ലെങ്കിൽ അതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. രക്ഷപ്പെടുമോ നമ്മൾ സമീപകാലത്തെങ്കിലും? CPMൻ്റെ ഇന്നത്തെ നിലയനുസരിച്ച് നോക്കുമ്പോൾ കേരളം രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവും കാണുന്നില്ല. കേരളത്തിൽ ഒന്നുകിൽ മാറ്റി ചിന്തിക്കാൻ നമ്മുടെ CPM തയ്യാറാണോ? അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കില്ല. ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ഈ നില മാറിയില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന കേരളം ഒരു ചെകുത്താൻ്റെ നാടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെ നന്ദി സാർ, ഇത്രയും സമയം ചെലവഴിച്ചതിന്.